Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എല്ലാവർക്കും സന്തോഷം വരട്ടെ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും വരികയല്ല, വെജിറ്റേറിയൻകാർക്ക് മാത്രമേ സന്തോഷം വരത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ഞാൻ പനീറിൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇഷ്ടംപോലെ നോൺ വെജിറ്റേറിയൻ ചെയ്തു, പക്ഷെ ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. കയ്യിലുണ്ടാവുന്ന അത്ര മാത്രമേ വെജിറ്റേറിയൻ ചെയ്തിട്ടുള്ളൂ എന്നും എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് വെജിറ്റേറിയൻകാർ ഒരുപാട് പേര് എന്നെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ പൊന്നു മോളെ ഇച്ചിരി വെജിറ്റേറിയൻ എന്നതേലും ഒന്ന് കാണിക്കണേന്ന് പറയാറുണ്ട്. ഇപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ചിക്കൻ പെപ്പർ മസാല നമ്മൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തോരമാണ്. അതേപോലെ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയാന്നു പനീർ പെപ്പർ മസാല. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഒന്നെങ്കിൽ നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ചാറോടുകൂടി എടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇനി ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ജീരകം വേണം, സാദാ ജീരകം, ഗ്രാമ്പൂ, തക്കോലം, ഏലക്കായ, പട്ട, പിന്നെ പട്ടയുടെ ഇലയാന്നേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക്. ഇത് ഉണ്ടാക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടിയേ. ഗ്രേവി കണക്കാക്കി വേണ്ടിയ ഉള്ളി, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക്, മഞ്ഞപ്പൊടി, ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ. ഇതില്ലെങ്കിൽ തക്കാളി മതി, അതും ഇല്ലെങ്കിൽ തക്കാളി അരച്ചതെടുക്കാം, അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം, അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി. ഇതേതായാലും കുഴപ്പമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് കുറച്ച് ഏലക്കായും കുരുമുളകും കൂടെ ചതച്ചതാ. നിറച്ച് മല്ലിയില വേണം. ഭരണിക്ക് പേരില്ല, ഉപ്പ് ഭരണി. പിന്നെ നമുക്ക് എന്തോരം പനീർ ഇടാൻ തോന്നുന്നോ എന്തോരം പനീർ ഇടാം. ഇനി ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഏതൊരു കറി ചെയ്യുമ്പോഴും, അതായത് എൻ്റെ അമ്മായിയമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പണ്ട് കാലത്തൊക്കെ അമ്മയാണെങ്കിൽ എന്നാ കറി വെച്ചാലും അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും. അതായത് ഈ സ്പൈസസ് ഉണ്ടല്ലോ അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തേച്ചാന്നു കറി വെക്കുന്നതെന്ന്. ഇപ്പം അഥവാ ഇനിയിപ്പോൾ ഇത്രയും സ്പൈസസ് എടുക്കാൻ നമുക്കൊരു ഇച്ചിരി എന്നാ പറയുക, ആ ഒരു അളവ് തെറ്റും എന്ന് തോന്നുവാണെങ്കിൽ ഗരം മസാല വാങ്ങിക്കുക, പൊടിക്കുക, ഒരു സ്പൂൺ അങ്ങ് ഇടുക. ഇത്രയും മാത്രമേ ഉള്ളൂ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതല്ല നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു കറി വെക്കുന്നതാന്നു ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ സപ്പോസ് ആലോചിച്ച് നോക്കിയോ, ഇതിപ്പോൾ പനീർ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്, ഇത് മഷ്റൂമിൽ ചെയ്യാൻ പറ്റും, കോളിഫ്ലവറിൽ ചെയ്യാൻ പറ്റും, ഇനി നോൺ വെജ് ചെയ്യാൻ പറ്റും, ഈവൻ ഫിഷിൽ വരെ ചെയ്യാൻ പറ്റും. ഫിഷ് എന്ന് പറയുമ്പോഴത്തേന് കുഞ്ഞു മീനാന്നേൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുന്ന അതേ സാധനങ്ങൾ തന്നെ എടുത്തേച്ച് വേണം മീനയിൽ പുരട്ടാനായിട്ട്. ആ പുരട്ടിയേച്ച് ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം, അല്ലാതെ ഷാലോ ഫ്രൈ ആക്കരുത്. ഡീപ്പ് ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം ബാക്കി ഇതുപോലെ തന്നെ ചെയ്തേച്ചാൽ മതി. ഇറച്ചിയാണെങ്കിലും സെയിം സാധനം എന്നാ ചെയ്യുവാണെങ്കിൽ ഏത് ആണ് മെയിനായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ആ സാധനത്തിലോട്ട് നമ്മൾ ഈ വറുക്കുന്ന കംപ്ലീറ്റ് സാധനവും ഒന്ന് നല്ലതായിട്ട് ആ പൊടിയെല്ലാം ഒന്ന് പുരട്ടിയെടുത്ത് ഒരു ഡീപ്പ് ഫ്രൈ ആക്കിയതിന് ശേഷം മാത്രം ബാക്കി ഇതേപോലെ ചെയ്തേച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാം. പനീർ നമുക്ക് സപ്പോസ് ചിലയിടത്തൊക്കെ നമ്മൾ മേടിക്കുവാണെങ്കിലോ വീട്ടിലുണ്ടാക്കുവാണെങ്കിലോ പനീർ ചിലപ്പോൾ കട്ടിയായി പോയെന്നിരിക്കും. കട്ടിയായി പോയി എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 കപ്പ് വെള്ളം എടുത്തേച്ച് ചൂടാക്കണം. ചൂടാക്കിയിട്ട് അതിനകത്ത് 1 സ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ടേച്ച് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, ഓഫ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ പനീർ കുറച്ച് നേരം അതിനകത്ത് ഇടുക. ഒത്തിരി നേരം ഇടാനല്ല, കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞേച്ച് അതിനെ ഡ്രെയിൻ ചെയ്താൽ പനീർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും.
അത് ചെയ്യാം. അതല്ല കട്ടിയുള്ള പനീറ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചേച്ച് ഈ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തേച്ച് കറിയിലോട്ട് ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഹാർഡ്നെസ് കിട്ടും. ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് കറിയിലോട്ട് ഇട്ടേച്ചാൽ മതി. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെരുംജീരകം ഇടണം. ഇനി ഒരു കാര്യം, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്യോർ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ചെയ്യുമ്പം ചേർക്കുന്ന മസാലയുടെ അളവ് ഒത്തിരി കുറവായിരിക്കണം. നോൺ വെജ് ആണെങ്കിൽ മാത്രമേ മസാല ഇച്ചിരി മുന്നിട്ട് നിൽക്കാവുള്ളൂ. ഇപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ സപ്പോസ് അതിന് ഇച്ചിരി ഒരു കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഗരം മസാലയുടെ പൊടി ഇട്ടേച്ചാൽ മതി. അതല്ല ഇങ്ങനെ ഇടുവാണെങ്കിൽ കണക്കാക്കി ഇടാൻ പറ്റുവാണെങ്കിൽ വെജിറ്റേറിയൻ ചെയ്യുമ്പം കുറച്ചിട്ടേച്ചാൽ മതി, അല്ലെങ്കിൽ മസാല മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമായിട്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 2-3 ഗ്രാമ്പു. പൂവ് എടുക്കുമ്പോഴത്തേക്ക് തക്കോല എടുക്കുമ്പോൾ മുഴുത്തൊരു പൂവ് എടുക്കണമെന്നില്ല, അതിൻ്റെ ഒരു 3-4 ഏതള് പൊട്ടിച്ചിട്ടേച്ചാലും മതി. അതല്ല സാധാ ഒരു കുഞ്ഞു പൂവാന്നേലും ഒരെണ്ണം ഇട്ടു. ഏലക്കായുടെ ഫ്ലേവർ എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അതൊരു മാത്രം ഒരു 5-6 എണ്ണം ഇടുവേ. അങ്ങനെ ഇട്ടെന്നും പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും വരികയില്ല, ഏലക്കായ്ക്ക് മാത്രം. പട്ട എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് കട്ടി കൂടിയ പട്ടയാന്നു, അതുകൊണ്ട് ഇച്ചിരി ഇടത്തുള്ളേ. ഇതിനൊത്തിരി പട്ടയുടെ ആ ഒരു കുത്തൽ ഫ്രണ്ടിൽ വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ പെപ്പർ മസാലയാണ്. അപ്പം ഇതിനകത്ത് കുരുമുളകില്ല, മുളക് പൊടി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, നമ്മൾ 2 ടീസ്പൂണോളം കുരുമുളക് ഇടണം. ഇത് ഇട്ടേച്ച് ഒന്ന് നല്ലതായിട്ടൊന്നൊരു ഡ്രൈ റോസ്റ്റ്. ഇപ്പം നമ്മൾ ഈ ഡ്രൈ റോസ്റ്റിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, ഈ സ്പൈസസ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷേ പെപ്പർ മസാല ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചേക്കുന്നത്. ഇതെന്നാത്തിനാണെന്നറിയാവോ, ലാസ്റ്റ് ഗ്രേവിയിൽ നമ്മൾ പനീറെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് പനീറെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഈ പെപ്പറും കൂടെ ഇട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് എടുക്കുവാന്നേൽ കുറച്ച് നല്ല ടേസ്റ്റാണ്. ഇതിനധികം സമയം വേണ്ടി വരികയല്ല. കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ പാൻ അങ്ങ് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം അതിനകത്ത് ഇട്ടാൽ പെട്ടെന്ന് ജീരകവും അതും എല്ലാം അങ്ങ് മുരിഞ്ഞു പോവേ. അന്നേരം ഒരു കരിച്ചോവ് വരും. പിന്നെ സ്പൈസസ് അന്ന് ഹൈ ഫ്ലെയിമേൽ ഇട്ടേച്ച് നമ്മൾ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് അതിൽ തന്നെ ഇട്ടേച്ച് പോകരുത്. അതായത് ഒന്ന് ചപ്പാത്തി നോക്കിയേച്ച് വരാം, അല്ലെങ്കിൽ ഒന്ന് ചോറ് നോക്കിയേച്ച് വരാമെന്നും പറഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോയാൽ ചീനച്ചട്ടി ബേസിക്കലി നമുക്ക് ചൂടാന്നു. അപ്പോൾ ആ ചൂടിലിരുന്ന് ഒന്നുകൂടെ ആ സ്പൈസസ് ഒന്നുകൂടെ മൊരിഞ്ഞു പോവും, അങ്ങനെയും കരിച്ചോവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും ശ്രദ്ധിച്ചോണേ. ഇനി നെക്സ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ, വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിൽ. ഇതിനകത്തോട്ട് ഒരു ഇല ഇട്ടേച്ചാൽ മതി. നമ്മൾ മട്ടൻ കറി എല്ലാം വെക്കുവാന്നേ പോലും ഇതേപോലെ എല്ലാം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാദ്യം പൗഡറായിട്ട് പൊടിക്കണം. എന്നേച്ചു മാത്രമേ ബാക്കി, അതായത് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാവുള്ളൂ. ഇതിന് പക്ഷേ മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ. മുളകെന്ന് പറയുന്നത് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ വരുന്നത്. ഇനി ഇതിനകത്തോട്ട് ഉള്ളി ഇടുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാനുള്ളതാന്നു ഇഞ്ചിയും വെളുത്തുള്ളി. വെളുത്തുള്ളി സാധാരണ നമ്മൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ 1.5 ടീസ്പൂണോളം ഇടും. ഇതിന് പക്ഷെ നിറച്ച് 1 ടീസ്പൂൺ നിറച്ചിട്ടേച്ചാൽ മതി. ഈ രണ്ടാമത് ഞാൻ സ്പൂൺ ഇടുന്ന എന്നാത്തിനാന്നറിയോ, 1 സ്പൂൺ പറഞ്ഞേച്ചാൽ 1.5 സ്പൂണാണ് ഇടുന്നതെന്ന് പറയരുത്. എൻ്റെ സ്പൂണേൽ അങ്ങോട്ട് കവിയുന്നതിനേക്കാൾ അതങ്ങ് നിറച്ചെടുക്കുകയല്ല, അത് അല്ലാതെ നിറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അളവ് ശരിയാക്കുന്നതേ ഉള്ളൂ. രണ്ടാമത് ഈ ഒരു തികയ്ക്കുന്നതായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ അങ്ങ് ചേർക്കാം.
എരിവൊക്കെ ഇഷ്ടമാകുന്നതിൽ നല്ലതായിട്ട് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗള് പനീർ നമ്മൾ ചെയ്യുവാന്നേൽ, ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കണക്കിന് എടുക്കുവാന്നേൽ ഒരു 4 പച്ചമുളക് മതിയാവും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ, ഏത് പച്ചമുളക് വേണമെന്നോ, എത്ര പച്ചമുളക് വേണമെന്നോ, എത്ര കുരുമുളക് വേണമെന്നോ, നമ്മുടെ നാവിൻ്റെ രുചി അനുസരിച്ച് വേണം നമ്മൾ ആ കറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ. നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളത് എന്നാ ടേസ്റ്റാ, ഫ്രണ്ടിൽ നിൽക്കുന്ന ഇഷ്ടമാണെന്നുള്ളത് നമുക്കല്ലേ അറിയാവുന്നത്. ചിലർക്കാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് കുരുമുളകായിരിക്കും, ചിലർക്ക് മുളക് പൊടിയായിരിക്കും. ഇതെല്ലാം നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന്, നമ്മുടെ വീട്ടുകാരുടെ നാവിൻ്റെ രുചിക്ക് അനുസരിച്ച് അവർക്ക് തൃപ്തി തോന്നുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഫ്ലേവർ കൂട്ടിയേച്ചാൽ മതി. ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് വഴറ്റണം. വഴറ്റിയെന്ന് പറഞ്ഞാൽ മൂക്കണം, നല്ലതായിട്ട് മൂക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നാലും പോരല്ലോ, എനിക്ക് ഒരു സമയം കൂടെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഡ്രൈ റോസ്റ്റും കൂടെ ഒന്ന് പൊടിക്കണം. ഉള്ളി ഞാൻ പറഞ്ഞതിൻ്റെ അത്രയൊന്നും വാടിയിട്ടില്ല, പക്ഷെ എന്നാണെന്നറിയാവോ, ഞാൻ മസാല അങ്ങോട്ട് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പൊടിക്കുകയല്ല വേണ്ടേ, കുറച്ചൊരു എന്നാ പറയുക, പറയുന്നതിനെക്കാട്ടിലും ഞാൻ കാണിച്ചു തരുന്നത് നല്ലത്. കണ്ടോ, ഇതേ കൂട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയേച്ചാൽ മതി. ഭയങ്കര പൗഡറായിട്ടല്ല, എന്നാൽ നമുക്ക് ആ മസാലയുടെ ഫ്ലേവർ നമുക്ക് അറിയാൻ വേണം. അങ്ങനത്തെ ഒരു പൊടിപ്പില്ലേ, അങ്ങനെ പൊടിപ്പിച്ചാൽ മതി. ഇപ്പം നമ്മളെല്ലാം 1/4 ടീസ്പൂൺ വെച്ചൊക്കെ ഇട്ടേക്കുന്നത്. എന്നാലും നമ്മൾ പൊടിച്ച് വരുമ്പോൾ അതിനൊരു ഇച്ചിരി പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുവേ. അപ്പോൾ പിന്നെ നമ്മൾ മസാല ചേർക്കുമ്പോഴത്തേക്ക് നോക്കിയേ ചേർക്കാവുള്ളൂ, അത് അത്രയും വേണോ, നമ്മൾ ഇടുന്ന പനീറിൻ്റെ അളവ് ഇതെല്ലാം നോക്കിക്കോണം. എല്ലാം ഞാൻ പറഞ്ഞ് അത്രയും അങ്ങ് ഇടാം എന്നും പറഞ്ഞ് ഇട്ടേക്കരുത്. ചിലപ്പോൾ അന്നേരം ഗരം മസാല മുന്നിട്ട് നിന്നിരിക്കും. അതുകൊണ്ട് നോക്കിയേച്ചേ ഇടാവുള്ളൂ. പിന്നെ ഇത് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. കാര്യം എന്നാണെന്നറിയോ, നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദോഷമില്ല. കാര്യം അത് തന്നെയല്ലേ നമ്മൾ പൊടിച്ച് വെക്കുന്നത്. പിന്നെ ഇച്ചിരി ജീരകം ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ടേസ്റ്റിന് ഒരു കുറവും വരികയില്ല. ഇനി തീ നല്ലതായിട്ടൊന്ന് കുറച്ച് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി മൂത്തേ, അത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ മഞ്ഞ ഇടുമ്പത്തേന് ആ മഞ്ഞയുടെ ഒരു മണമില്ലേ, അത് പിന്നെ അങ്ങ് പോയില്ല എന്നുണ്ടെങ്കിൽ കറിയിൽ അത് തന്നെ മുന്നിട്ട് നിൽക്കുവേ. അതുകൊണ്ട് അതിനെ ഒന്ന് ഇച്ചിരി മൂപ്പിച്ചു. അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂരി. ഇനിയിപ്പോൾ അഥവാ ഇത് രണ്ടും കൂടെ ഇടണമെന്ന് തോന്നുവാന്നേൽ ഈ ടൊമാറ്റോ പ്യൂരി നേരെ പകുതി ആക്കി വെച്ച് അതിൻ്റെ കൂടെ ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വെള്ളം ചേർത്തേക്കുമല്ലേ, അതായത് ആ ടൊമാറ്റോ പ്യൂരിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് പറ്റിയേച്ച് ആ വെള്ളം മുഴുവൻ ഒന്ന് പോകണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്തത് ചേർക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ ടൊമാറ്റോയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് മുന്നിട്ട് നിൽക്കും. അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയാലും ശരി, ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് മൂപ്പിക്കണം, ഇല്ലേ മഞ്ഞയുടെ ചുവ മുന്നിട്ട് നിൽക്കും. ടൊമാറ്റോ ആണെന്നേൽ അതിനെയും നല്ലതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചേച്ച് അതൊന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറി കഴിയുമ്പോൾ മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളേ. അല്ലെന്നുണ്ടെങ്കിൽ ഏത് നമ്മൾ അധികം മൂപ്പിക്കാതെ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഏലക്കായും കുരുമുളകും കൂടി ഇല്ലേ, അതിനളവ് ഞാൻ പറയുകയില്ല, നമ്മുടെ ഇഷ്ടമാണ്. എന്തോരം എരിവ് വേണം, അതിൻ്റെ ആ ടേസ്റ്റ് എന്തോരം വേണം എന്നൊക്കെ നോക്കുവാന്നേൽ അത് കണക്കാക്കി വേണം നമ്മുടെ ആ കുരുമുളക് ചേർക്കാൻ. കുരുമുളക് ചേർത്ത് കഴിഞ്ഞിട്ടാന്നു നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ എടുത്തോ, അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഇട്ടോ. അന്നേച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ചേർക്കാവേ. ആ മസാലയ്ക്ക് നല്ലൊരു മണമാട്ടോ, അതങ്ങ് എപ്പോഴും നമ്മൾ ആ എന്നാ പറയുക മിക്സി ഒന്ന് തുറന്ന് വെച്ചേക്കല്. ഇപ്പോൾ തന്നെ കണ്ടോ ഇതിനകത്തോട്ട് ചേർത്തപ്പോഴത്തേനും തന്നെ നല്ല മണമാണേ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് മാത്രമേ മണം കിട്ടത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ പറയുക അതിന് നല്ലൊരു മണമാണ്. ഇനി ഇതിനകത്തോട്ട് നെക്സ്റ്റ് അറിയാമല്ലോ പനീർ. പനീറിന് അധികം വേവില്ല, കുറച്ച് സമയം വേണ്ടി വരുള്ളൂ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇത് വറുത്തിടുവാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊന്നും കഴിക്കാൻ ഒക്കുകയില്ല, ഒരു ഇച്ചിരി കട്ടിയായി പോവും. ഇങ്ങനെ ഇടുവാന്നേൽ പിള്ളേരാന്നേലും
വയസ്സെന്നവരായാലും ടീനേജുകാരാണേലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും കഴിക്കാൻ നല്ല യഥവ. പിന്നെ അന്നേരം പിള്ളേർക്ക് ബേസിക്കലി ഇച്ചിരി മുരിഞ്ഞിരിക്കുന്നൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കുറച്ച് നമുക്കൊന്ന് വറുത്തിടാം. ഇനി എന്നാന്ന് വെച്ചാൽ ഈ മസാല എല്ലാം നമ്മുടെ പനീറയിലൊന്ന് പിടിക്കാനായിട്ട് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അന്നേച്ച് നിറച്ച് മല്ലിയില ഇടണം. വറുത്തിടാത്ത പനീർ ആയതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ അതിനെ ഇട്ട് ഉപദ്രവിക്കരുത്, പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഒരുപാട് ഇട്ട് ഉപദ്രവിക്കാതെ കുറേശ്ശെ ഉപദ്രവിച്ച് പൊട്ടാതെ അതിനെ ഇങ്ങ് എടുത്തേച്ചാൽ മതി. അന്നേരം തന്നെ അതങ്ങ് തിളയ്ക്കാൻ തുടങ്ങുവേ. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ സിമ്മേ വെച്ചേച്ച് കുറച്ച് നേരം അടച്ചിടണം. അടച്ചിട്ടേച്ച് ആ നല്ല മസാലയൊക്കെ അതേ പിടിച്ച് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതിനകത്ത് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ പെപ്പർ മസാല എന്ന് പറയുമ്പം ഒരുപാട് കറുത്ത് ഇങ്ങനെ നമ്മൾ മീറ്റൊക്കെ ചെയ്ത് അങ്ങോട്ട് വരികയില്ല. ഇതിനൊരു ലേശം ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും. അത് വേണ്ട, നമുക്ക് ആ മീറ്റ് പോലെ തന്നെ വരണം എന്ന് തോന്നുവാന്നേൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്താൽ ആ സെയിം സാധനം വരും. പക്ഷേ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുവാന്നേൽ ഇപ്പോൾ വെജിറ്റേറിയൻ സമയത്താണെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് അത് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാവും. വെജിറ്റേറിയൻകാർക്ക് ചിലർക്ക് ഒരുപാട് ഇങ്ങനെ സ്പൈസി മസാലയൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് ഇതും ചെയ്യാം. ഏതാ നമ്മുടെ ഇഷ്ടം എന്നുള്ളത് ഞാൻ ഓപ്ഷൻസ് തരുക, അതനുസരിച്ച് നമ്മൾ ചെയ്തേച്ചാൽ മതി. നമ്മുടെ ചപ്പാത്തിയും പനീർ കറിയും ഇവിടെ റെഡിയാണ്. പനീർ പെപ്പർ മസാലയാന്നു, അതിന് ഇച്ചിരി സ്പൈസിനെസ് ഉണ്ട്, കുറച്ചൊരു സ്വീറ്റ്നെസ് ഉണ്ട്. സ്വീറ്റ്നെസ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ കറി വെക്കുമ്പോഴത്തേന് ധൃതി കൂട്ടിയൊന്നും അതിൻ്റെ രുചി നോക്കിയേക്കല്ല. ലാസ്റ്റ് അത് നല്ലതായിട്ട് വറ്റി പെരണ്ട് വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാനൊക്കത്തുള്ളൂ. നമ്മളിപ്പോൾ സപ്പോസ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുവാണെങ്കിൽ അതിനൊരു സ്വീറ്റ്നെസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇച്ചിരി സ്വീറ്റ് ആയി പോയല്ലോ, ഇനി എന്നാ ചെയ്യാൻ നോക്കും എന്നൊക്കെ. പക്ഷെ സ്വീറ്റ് ഒഴിച്ചാലും ആ കറി ഉണ്ടല്ലോ അവസാനം ആകുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിട്ടായിരിക്കും ആ കറി വരുന്നത്. പക്ഷെ ക്ഷമയോട് വേണം ആ കറി നോക്കാൻ. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ എൻ്റെ സ്പൈസിനെസ് എന്ന് പറയുന്ന പെപ്പറാന്നു. അത് നമ്മുടെ ഇഷ്ടം പോലെ എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്, അതിൻ്റെ രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുമുണ്ട്. പിന്നെ ഒരു സ്വീറ്റ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഗസ്റ്റാണ് നമുക്കിന്ന് വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, കവളെ പിടിക്കാൻ തന്നെ ഇങ്ങനെ ഒന്ന് തോന്നും. സത്യം, ഞാൻ വന്നാൽ ഞാനത് ചെയ്യും, അത് വേറെ കാര്യം. അങ്ങനത്തെ നമുക്കൊരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നും. വേറെ ആരുമല്ല, എന്നെക്കാട്ടിലും നിങ്ങൾക്ക് കൂടുതൽ പരിചയം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് ഒക്കെയാണ്, കാണുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇതാ വന്നല്ലോ, ശരണ്യ വന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ആദ്യം ചെയ്തോട്ടെ. ഈ പിള്ളേരൊക്കെ പറയത്തില്ല ഇങ്ങനെ ബുഗി മുഷ്വറിയില്ല എന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ ഭയങ്കര ചബ്ബി ഫേസസ് ഉള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പിടിക്കാൻ തോന്നും. സത്യമാണോ? മാത്രമല്ല ശരണ്യ ഭയങ്കര സ്വീറ്റ് ആണ് വർത്താനത്തിൽ അല്ലേ, ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര താന്ന് ആന്നോ ഈന്നോ എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞ. ഭയങ്കര ബഹളം വെക്കല്ലേ, എന്റെ ബഹളത്തിന്റെ അടുത്ത് എത്തുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇല്ലേ, എന്നാ ഉണ്ടോ വിശേഷം? എത്തും ആരാ പറഞ്ഞ എത്തില്ലാന്ന്. എന്നാ ഉണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ നാട്ടില് മഴയൊന്നുമില്ലേ കുഞ്ഞെ? മഴയുണ്ടല്ലോ. ആണോ? ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയല്ലേ? അതാ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഞങ്ങൾ ഈ നാട്ടുകാരാ. ആന്നോ? അതന്നെ ചോദിച്ചത്, നിങ്ങളുടെ നാട്ടിൽ മഴയില്ലേ? അയ്യോ എനിക്ക് മേല. ഓക്കെ, ഈ മഴയെ കാണുമ്പോഴേ പെട്ടെന്ന് നമ്മളിപ്പോ വലിയ ഭാര്യമാരായി മക്കളായി ഇത്രയും വലുതായി എന്നൊക്കെ പറയുന്നു. പക്ഷെ മഴ കാണുമ്പോ ഒന്നും മഴയത്ത് കുളിക്കാൻ തോന്നുന്നു ഇല്ലേ? ഇപ്പൊ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ശരണ്യ എങ്ങനെയാ? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എഴുത്തൊക്കെ ഉണ്ടേ. അപ്പൊ മഴ ആസ്വദിച്ചൊക്കെ അതിനെപ്പറ്റി കവിതകളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഒരു 4 വരി പറഞ്ഞു. അയ്യോ എന്താ ഓർമ്മയില്ല. ഇവിടെ ഒരു കവിയത്രയ്ക്ക് ഒരു 4 വരി. കവിത പറയാൻ പറ്റില്ല. അതെന്താ, ആരും വായിച്ചിട്ടില്ലേ കവിത? അതുകൊണ്ട് എന്താ ഒരു കാര്യം ചെയ്യും, ഇതുവരെ വായിക്കാത്ത കവിത എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണേ പ്രശ്നം പറയാം. പ്ലീസ് ഒരു 4 വരി താടോ.
എന്തായാലും ഈ കുഞ്ഞു ഒന്നും പറയല്ല. പക്ഷെ നമ്മൾ ഇവിടെ 4 വരി കവിതയെങ്കിലും കേട്ടേ പോവുള്ളേ. നോക്കാം. ഉവ്വ എന്ന് പറയുന്നത് ചിലപ്പോ പറയാതെ ചിലപ്പോ വന്നെന്നിരിക്കും. ഓൺ ദ സ്പോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റന്റ് ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഗ്യാരണ്ടി ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇൻസ്റ്റന്റ് കവിതകളോടുകൂടി ശരണ്യയുടെ വിശേഷങ്ങളും എല്ലാം നമ്മൾ കേൾക്കും. ഞാൻ പറയിപ്പിക്കും, ഉറപ്പല്ലേ. നമ്മൾ ഇതൊക്കെ കേൾക്കാനാ കുഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നേ. അല്ല നമ്മൾ പറയണ്ടെന്ന് പറഞ്ഞ് ഇരിക്കത്തില്ല. പറഞ്ഞു തരണം കേട്ടോ. ഞങ്ങൾ അവസാനമൊക്കെ താന്ന് പറയേണ്ടി വരും, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേന്നൊക്കെ പറഞ്ഞിട്ട്. കുഴപ്പമിരിക്കാം. ബാബ ഇനി വേണം വിശേഷമൊക്കെ ചോദിക്കാൻ. കവിയത്രയെ കൊണ്ടൊരു 4 വരി. ഞാൻ ഇന്ന് കവിത എഴുതാൻ പഠിക്കും, ഉറപ്പ്. അല്ല, ഒരു നല്ല കാര്യമല്ലേ ഇതൊക്കെ ചേട്ടോ. ഇതൊക്കെ നമുക്ക് ദൈവം വരണല്ലേ. എങ്ങനെ ചെറുപ്പത്തിലാണ് ഞാൻ എഴുതിയത്, ഇപ്പോഴൊന്നും. ചെറുപ്പത്തിലാണ് എഴുതിയത്, ഇപ്പൊ ഏതാണ്ട് 10-70 വയസ്സായതുപോലെ. ഞാനൊരു കാര്യം പറയാടോ, തന്നെ തന്റെ പ്രേക്ഷകരെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. ആ വീട്ടിലെ ഒരു അംഗമാണ് ഇല്ലേ. പിന്നെ മാത്രമല്ല, ഒരു ഇഷ്ടം കുറച്ച് കുറവ് വരും. കാര്യം താൻ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് മുഴുവൻ വില്ലത്തിയാണ്. ഒന്നിനകത്തൊരു പാവം പോലെ ചെയ്യില്ല. പക്ഷെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പാവമുള്ള ഒരു കൊച്ചിനെ എനിക്കറിയാൻ മേല. അത്ര ഒരു സോഫ്റ്റ് സ്പോക്കൺ കൊച്ച്. എങ്ങനെയാണ് തന്നെ അന്വേഷിച്ച് വില്ലൻ ക്യാരക്ടേഴ്സ് വന്നത്? അതെനിക്ക് അറിയില്ല എന്തോ. പക്ഷെ ഞാൻ വില്ലത്തി മാത്രമല്ല ചെയ്തേക്കുന്നത്, ഓൾമോസ്റ്റ് ചെയ്തേക്കുന്നത്. അത് നോട്ട് ചെയ്യപ്പെടുന്നത് വില്ലത്തി ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ്. കാരണം അത് അത്രയും ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടെന്നാ കഴിവ് കിട്ടണതെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം, ഇത് ആദ്യമായിട്ട് ഞാൻ വന്ന് വില്ലത്തി റോള് ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ മുഖം കണ്ടിട്ട് ഇതിനെ കൊണ്ട് എങ്ങനെ വില്ലത്തി റോള് ചെയ്യിപ്പിക്കും, അതാ എല്ലാരും ഒരു സംസാര വിഷയം. അങ്ങനെ അപ്പൊ തന്നെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെയാണല്ലോടോ ഈ വില്ലത്തി റോള് ചെയ്യിപ്പിക്കണേന്ന് പറഞ്ഞു ഡയറക്ടർ. അപ്പൊ ആ ഡയറക്ടർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ എന്ന് എനിക്ക് തോന്നി. ആ ഒരു വാക്കിലല്ലേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്താ പോരല്ലോ, നമ്മൾ ഇതും ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ. അപ്പം ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് മോൾ അത് ശരിക്കും പഠിച്ചു അല്ലേ. പക്ഷെ ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്നാന്ന് പറയാ, ബാലേന്ദ്ര മേനോൻ അങ്കിള് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നു. സീരിയലിലെ അങ്കിളായിരുന്നു ശരണ്യനെ പരിചയപ്പെടുത്തിയത് അല്ലേ. അത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ 2 പേരുടെയും ഗുരു അദ്ദേഹമാണ് ഇല്ലേടോ. അതെ, അതുകൊണ്ട് വി ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ്. ശരിക്കും അങ്കിള് തന്നെ എങ്ങനെ കണ്ടെത്തി? എന്നെ പിന്നെ അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാന്ന്. ഇയാൾ എങ്ങനെയാ കണ്ടെത്തിയേ? എന്നെ ലൈക്ക് ഞാനൊരു ആൽബം ഭയങ്കര ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ടീം അവിടെ ആൽബം എടുക്കാൻ വന്നു ഞങ്ങളുടെ നാട്ടില്. കണ്ണൂരാണ് ഞാൻ. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്നെ ഇങ്ങനെ ഗോപികമാരുടെ കൂട്ടത്തിൽ, അന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണെന്ന് തോന്നുന്നു, അപ്പോഴത്തേക്കിനും വന്നു. അവർ കുറേ ഗോപികമാരെ വേണം, അതിലൊരു ഗോപികയായിട്ട് എന്നോട് പറഞ്ഞു. ഇഷ്ടമായിരുന്നു അഭിനയിക്കാനൊക്കെ? അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു പണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പറ്റൂല ചേച്ചി, കാരണം ഞാൻ കണ്ണൂരല്ലേ. ആ സമയത്ത് കണ്ണൂരിന്ന് ആകെ കൂടി ആ ഭാഗത്തുനിന്ന് വന്നത് കാവ്യമാധവ് മാത്രമേ ഉള്ളൂ. വേറെ ആരും അങ്ങനെ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോഴാണെങ്കിൽ കുറേ പേര് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ണൂർ ഒരു കുഞ്ഞു ഗ്രാമം, ആ ഗ്രാമത്തിൽ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെങ്കൊച്ച്. ആരോട് ആദ്യം വിളിച്ച് ചോദിച്ചു? അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്? എങ്ങനെ? അമ്മയുടെ അടുത്ത്. അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമായിരുന്നു മോൾ അഭിനയിക്കുന്ന? അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ബാക്കി കുറച്ചു പേർക്ക് ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ആയിരുന്നു. പിന്നെ ആ ഷൂട്ടിംഗ് അവിടെ വെച്ചാണല്ലോ, കണ്ണൂർ വെച്ച്, ഞങ്ങളുടെ ഏരിയയിൽ വെച്ചാണ്. നല്ല ഗ്രാമം ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ. അപ്പോഴത്തേക്കിനും അവിടെ വെച്ച് തന്നെയായിരുന്നു ഷൂട്ടിങ്. അപ്പൊ പിന്നെ വീട് വിട്ടു പോകുന്നതിന്റെ ഒരു ഫീലും ഇല്ല. അങ്ങനെയാണ് പിന്നെ എൻ്റെ തുടക്കം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എന്തോ ഒരു റൈറ്റപ്പും ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും ഏതോ വീക്കിലിയിൽ വന്നു എന്ന് പറയുന്നത് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് കണ്ടാണ് മേനോൻ സാർ എന്നെ വിളിക്കണത്. ഓ അത് ശരി. അപ്പൊ എന്നിട്ടാണ് സീരിയലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മേനോൻ അങ്കിൾ ഡയറക്ട് ചെയ്തോ അതോ സ്ക്രിപ്റ്റോ? എന്താ ഡയറക്ട് ചെയ്തു.
അപ്പൊ നമുക്ക് എങ്ങനെ അതിലാണോ വില്ലത്തി വേഷം? അതില് സോഫ്റ്റ് ക്യാരക്ടർ. പിന്നെ എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു, അപ്പൊ ആ മുടിയൊക്കെ അങ്കിൾ വെട്ടിച്ചു. അങ്കിൾ അല്ലെങ്കിൽ ഈ ഒരു പരിപാടി എന്നതാന്നറിയോ, എന്നെ ആദ്യം ആങ്കൊച്ചിന്റെ വേഷം കഴിയുമ്പോ മൊത്തം മുടി കളഞ്ഞു, പിന്നെ അത് വളർന്നുമില്ല, എന്നാ ചെയ്യാനാ, അതുപോലെ തന്നെ വെട്ടിച്ചു അല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, മോള് ഭയങ്കരമായിട്ട് ഇപ്പൊ വില്ലത്തി റോൾസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷെ താൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ ആസ്വദിക്കുകയും ചെയ്യും, എന്നാൽ ഹ്യൂമർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ മോക്ക് ഹ്യൂമർ ചെയ്യാനാണോ ഇഷ്ടം? അങ്ങനെയില്ല, ഏത് ക്യാരക്ടർ കിട്ടിയാലും ആസ് എൻ ആർട്ടിസ്റ്റ് അത് ചെയ്യുക, പെർഫെക്റ്റ് ആക്കുക, മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന വിധം പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. മോൾ ഒരുപാട് ഫിലിംസ് ഒക്കെ കാണാൻ പോകാറുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാ. അപ്പോ ഇത് തന്നെ പണി, ഡൗൺലോഡ് ചെയ്തും കാണും. അല്ല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണും, പക്ഷെ അങ്ങനത്തെ ഡൗൺലോഡിങ് അല്ല, വന്ന സിനിമ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അതല്ല, ഇപ്പൊ മനസ്സിലായി അപ്ലോഡ് ആയി DVD ഇറങ്ങിയതിന് ശേഷം എപ്പോഴേ പറഞ്ഞില്ല ഞാൻ അന്നേരം പറയില്ല, അങ്ങനത്തെ ഡൗൺലോഡിങ് അല്ല ചേച്ചി, DVD ഒക്കെ ഇറങ്ങിയ ഫിലിംസേ ഞാൻ ചെയ്യാറുള്ളൂ. എങ്ങാണ് അവിടെ ആരെങ്കിലും എന്റെ ഹസ്ബൻഡ് ഈ സിനിമ ഇതിൽ തന്നെ ഉള്ളതാണ്. അപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ നന്നായിട്ട് എല്ലാ സിനിമയും ഡൗൺലോഡ് ചെയ്യും. എനിക്ക് എല്ലാ സിനിമയും എന്നെ കാണിക്കാൻ കൊണ്ടുപോകുന്ന ഒരു ഭർത്താവ് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളി കൊണ്ടുപോകുമോ? പിന്നെ പുള്ളി ആഴ്ചക്ക് ഇറങ്ങുന്ന റിലീസ് പടങ്ങളെല്ലാം കാണും. അപ്പം കൂട്ടിനെ. അപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ ഇറക്കുമ്പം കൊച്ച് ആദ്യമായിട്ട് ഒരു ചെക്കനെ പറ്റി വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഇതായിരിക്കും, എന്നെ എല്ലാ സിനിമയും കാണിക്കാൻ കൊണ്ടുപോകുന്ന ഒരു ചെറുക്കനായിരിക്കണം. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും പോട്ടെ, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേര്, അദ്ദേഹം എവിടെ വർക്ക് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വേൾഡ് ഡിസ്നിയിലാണ്, UTVയുടെ കമ്പനിയിൽ. അപ്പം നാച്ചുറലി പുള്ളിക്ക് പടം കാണേണ്ടി വരും. അപ്പം പുള്ളി എല്ലാ പടങ്ങൾക്കും പോവും. അത് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ കണ്ടതാണ്, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ വെച്ചാൽ ഇയാൾ കൊള്ളാലോ കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പക്ഷേ അത് വെറും പരിചയം. പക്ഷേ ഇദ്ദേഹം എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ലായിരുന്നു ചേച്ചി. അത് ഫുള്ള് റേഡിയേഷൻ കഴിഞ്ഞ് എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഈ പുള്ളിക്കാരൻ എന്നെ കാണാനായിട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ കണ്ടോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ശരണ്യ എന്നുള്ള ഒരു സങ്കല്പത്തിന്ന് വിട്ടിട്ട് വരട്ടെ, അതല്ലേ നല്ലത്. അങ്ങനെ കാണാൻ വന്നു. ഒറ്റ നോട്ടത്തിൽ എന്നെ ഇഷ്ടമായി. ഞാനൊന്നും പറഞ്ഞില്ല എന്നെ പറ്റി, എന്താണ് അഭിനയിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പം ഞാനൊന്നും ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കുറേ ഈ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ വന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിടും. അപ്പം അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഒരു ദിവസം എന്നെ കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വരാൻ പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയടുത്തും ചോദിച്ചു, അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അതെ, ഓക്കെ, നല്ല കാര്യം. എന്താ പറയാ, ഈശ്വരൻ അനുവദിച്ചത് ഒരുപാട് കാലം ഒരു മക്കളും അതിന്റെ മക്കളും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് എനിക്ക് കിട്ടിയത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷം. ഒരു മനസ്സോട് ഒരുപാട് നിറവും ഒക്കെ തോന്നല്ലേ? അതെ, അതാ ഈ ഒരു സന്തോഷം നമുക്ക് ദൈവം തമ്പുരാൻ മുന്നേ തരുമ്പോ നമ്മൾ ബാക്കി ഒന്നും ചിന്തിക്കില്ല. ഇനി പോയ കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. ഇനി എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഭയങ്കര ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇനി എന്നെ കൊണ്ട് എല്ലാം സാധിക്കും എന്ന് ഇപ്പൊ നമ്മൾ വിചാരിക്കാതെ തന്നെ ദൈവം നമ്മുടെ മുന്നിൽ അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്ന് തന്നില്ല, ഫുൾ സപ്പോർട്ട് തരുന്ന ഒരാളെ. അപ്പൊ പിന്നെ മോൾ ഇനി ഫുൾ സപ്പോർട്ടായിട്ട് ഫുൾ വിൽ പവറോടുകൂടിയും കോൺഫിഡന്റോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് നിൽക്കുക. ഇനി തനിക്ക് മനസ്സിൽ എന്തൊക്കെ ചെയ്യണം എന്ന് തോന്നുക എന്നുള്ളത്, ചെയ്യാൻ പറ്റാഞ്ഞത് ഒക്കെ നമ്മൾ ഇനി അങ്ങ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഫുൾ കോൺഫിഡൻസ്. അല്ലെങ്കിലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാ. പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മൾ സീരിയൽ ചെയ്യണ സമയത്ത് ഒരു ക്രൂവിനെ മൊത്തം, ഇപ്പം ഞാൻ ചന്ദനമഴയുടെ തമിഴ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതാ, അതിൽ ഹീറോയിൻ ആയിരുന്നേ, അമൃതയുടെ ക്യാരക്ടർ സീത എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്തത്. അപ്പം ആ ക്യാരക്ടർ ഫസ്റ്റ് സർജറി തെലുഗു സീരിയൽ ചെയ്യുന്ന സമയത്താണ് എനിക്ക്. തെലുഗുല് ഞാൻ അല്ല, തെലുഗുല് ഇതല്ല, റാഡൻ TVയുടെ ഒരു തെലുഗു സീരിയൽ ഉണ്ടായിരുന്നു, സ്വാതി. ആ സ്വാതി പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്.
അപ്പോൾ ടൈറ്റിൽ റോളാണ്. അവിടെ ടൈറ്റിൽ റോള് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് സർജറി വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം പോയി പോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് സെക്കൻഡ് ഇത് വരുന്നത്. എന്താ, സർജറി കഴിഞ്ഞു, മുടിയൊക്കെ നല്ലവണ്ണം അത് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ദൈവം തന്ന വീട് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് വിളിച്ചു ഭാവചിത്ര, ആ സാറ് വിളിച്ചു. ഭാവചിത്രയുടെ പ്രൊഡ്യൂസർ വിളിക്കണു, അംബികാമ്മ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അത് വിളിച്ചു, ഞാൻ പോയി ചെയ്തു. ഒരു 100-150 എപ്പിസോഡ് ആകുമ്പോഴത്തേക്കിനും വീണ്ടും എനിക്ക് ഫിക്സ് പോലെ വന്നു. അപ്പോൾ അവിടുന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും അത് റേഡിയേഷൻ ചെയ്തിട്ട് മാറ്റാം എന്ന് പറഞ്ഞിട്ട് റേഡിയേഷനും കഴിഞ്ഞു. എൻ്റെ തൈറോയിഡും എടുത്തു കളഞ്ഞു. എല്ലാം പോയി. ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റേഡിയേഷൻ കഴിയുമ്പം കറക്റ്റ് ഡയറക്റ്റ് ഇൻ ടു ഹെഡ് ആണല്ലോ. അപ്പോൾ റേഡിയേഷൻ കൊടുത്തു. അപ്പം മുടി മൊത്തം പോയി. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം വന്ന് എന്നെ കാണുന്നത്. അപ്പോൾ ഈ അന്യഭാഷാ സീരിയലുകളിൽ എനിക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ വന്നു. ഇപ്പം ഞാനൊരു കറക്റ്റായിട്ടൊരു പൊസിഷനിൽ എത്തുന്നതിന് മുന്നെയാണ്. അപ്പം എൻ്റെ ആഗ്രഹത്തിനൊത്ത് എനിക്കൊരു ക്യാരക്ടർ സിനിമയിലോ സീരിയലോ ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുന്നെയാണ് ലൈക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ എന്നെ തമ്പുരാൻ തളർത്തിയത്. പക്ഷെ ഞാൻ വീണ്ടും വന്നു. ഇതെല്ലാം പോട്ടെ, വീട്ടിൽ പാചകം ചെയ്യോ? ഈ അസുഖം വന്നതിന് ശേഷം അതിന് മുന്നേ ചെയ്യുമായിരുന്നു. ഫിഷ്. കണ്ണൂർ സ്പെഷ്യൽ എന്നതാ? കണ്ണൂർ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അധികം അങ്ങോട്ട് ചിക്കൻ അങ്ങനെയുള്ളത് കഴിക്കും. പക്ഷെ ഈ ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും ചിക്കനും ഒക്കെ കഴിച്ചു തുടങ്ങിയത്. ചിക്കൻ ബീഫൊക്കെ കഴിച്ചു തുടങ്ങിയത് ഇവിടെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം. പിന്നെ എന്താ, സെറ്റിലെ ഫുഡ് അറിയാലോ ചേച്ചിക്ക്. സെറ്റിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റ്. അതെന്റെ പ്രേക്ഷകരോട് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അതെന്നാന്നറിയാവോ, ഇപ്പം ഈ പറഞ്ഞോണ്ട് ഞാൻ തുടങ്ങിയ സമയത്തായാലും ഇപ്പോഴത്തെ പിള്ളേർക്കായാലും ഒരേ ടേസ്റ്റ് തന്നെയാ, ഒരു വ്യത്യാസമല്ല. പക്ഷെ അത് ഒരു ദിവസം കഴിക്കാതിരുന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു കൊതി വരും അല്ലേ. ആ ടേസ്റ്റ് ഒരു പ്രത്യേക പറയാതിരിക്കാൻ നോക്കിയല്ല. പിന്നെ ആണെങ്കിൽ അത് ഇപ്പം നമ്മുടെ ആനീസ് കിച്ചന് കാണിക്കുമെന്ന് ചോദിച്ചാൽ അത് എനിക്കറിയാൻ മേല. അത് എന്നൊക്കെ ചേരുവകളാന്നൊന്നും പറയാനൊക്കെയല്ല. ഒറ്റ ടേസ്റ്റ് ആണത്, മാറിയിട്ടേ ഇല്ല ആ ടേസ്റ്റ്. പക്ഷെ അത് ഭയങ്കര കൊതിയുള്ള ഒരു ടേസ്റ്റും കൂടിയാ, ഇല്ലാന്ന് പറയാനൊക്കത്തില്ല അല്ലേ. കണ്ണൂർക്കാർക്ക് പിന്നെ അരിയുണ്ടാന്ന് പറഞ്ഞിട്ട് അതിപ്പോ കഴിഞ്ഞ ദിവസം അമ്മ ചെയ്തായിരുന്നു. നല്ല മഴയത്ത് കട്ടൻ ചായയും ഈ അരിയുണ്ടയും കഴിക്കാൻ. പക്ഷെ ആ അരിയുണ്ട് ഒരെണ്ണം തിന്നാൽ മതി, പിന്നെ ഒരു 3 മണിക്കൂറത്തെ കാര്യമൊന്നും മിണ്ടത്തില്ല, വിശക്കത്തേ ഇല്ല. അത് ആ തേങ്ങയിലൊക്കെ ഇട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോ ആ ശർക്കരയുടെയും തേങ്ങയുടെയും മണമൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, ഒരു അന്നേരം തന്നെ നമുക്കൊരു കൊതി വരും. സത്യം, ഞാൻ ഈ ഇടയിൽ അത് പഠിച്ചത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മോള് സ്പെഷ്യൽ ഫുഡൊന്നും തിരുവനന്തപുരംകാരൊന്നും പഠിച്ചില്ലേ? തിരുവനന്തപുരംകാരുടെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ല. തീരുമാനിക്കണം, ഒച്ചത്തിൽ പറയൂ. ഇപ്പൊ ഇവിടെ തീരുമാനിച്ചോണ. ഇവിടെ ഇപ്പൊ ജീവിക്കുന്ന കുട്ടിക്ക് തിരുവനന്തപുരംകാരുടെ ഭക്ഷണം ഇഷ്ടമല്ലെന്ന്. അല്ല, അത് ആ നാട്ടിലെ ഭക്ഷണം കഴിച്ചോണ്ടായിരിക്കും. അവനവന്റെ നാട്ടിനോട് ഒരു കൂറിരുന്നോട്ടെ. എന്നാലും ഞങ്ങളോട് ഇങ്ങനെ വേണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ചിലർക്കുണ്ടല്ലോ ഹോം സിക്നെസ് ഒരുപാട് ഉണ്ടാവും. പിന്നെ ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. നമ്മള് കുഞ്ഞിനാ ടേസ്റ്റ് അല്ല ട്രിവാൻഡ്രത്ത്. അതാണ് ക്വയറ്റ് ഡിഫറെന്റ് ആണ്, ഒത്തിരി ഡിഫറെന്റ് ആണ്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, രണ്ടിടത്തെയും ഭക്ഷണം ഞാൻ കഴിച്ചു. പിന്നെ സദ്യ ഒത്തിരി വ്യത്യാസമാണ്. ഈ കവിത എഴുതല്ലാതെ മൂക്ക് എന്നാക്കെ ഇഷ്ടം? പാട്ട് കേൾക്കും. സിനിമ ഉണ്ടല്ലോ, കണ്ടാ തീരാത്ത അത്രയും സിനിമ ഉണ്ട് കയ്യില്. മോൾ അറിയാതെ തന്നെ ഈശ്വരൻ ഒരുപാട് മോളോട് കൂടെ ഉണ്ട്. ഭയങ്കര ഈശ്വര ഭക്തിയാ, എല്ലാ സ്പിരിച്വൽ ആണ്. ഞാൻ അമ്പലത്തിൽ പോവും, പള്ളിയിലും പോവും. ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആണ്, അപ്പൊ അതുകൊണ്ട് പള്ളിയിലും പോവും, അമ്പലത്തിൽ പോവും. അങ്ങനെ ഇന്ന ദൈവം അങ്ങനെ ഒന്നും. നമ്മുടെ വിശ്വാസം, അതെ, ഒരു പോസിറ്റീവ് എനർജി, അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ മരിച്ചിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. ഫസ്റ്റ് സർജറിയിൽ അവർ പറഞ്ഞായിരുന്നു, എന്താണ് ഈ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അത്രേ, എനിക്കറിയില്ല, എന്നോട് പറയത്തില്ലല്ലോ നാച്ചുറലി. അപ്പോൾ അത് പിന്നെ അമ്മയോടും ബന്ധുക്കളോടൊക്കെ പറഞ്ഞിരുന്നു അത്രേ, ഇനി ഈ കുട്ടി സംസാരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും
കണ്ണിന് പ്രോബ്ലം വരാം, അല്ലെങ്കിൽ കോമയാവാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് അങ്ങനെ ഡോക്ടർമാർ അവരുടെ സൈഡ് എന്തായാലും ക്ലിയർ ചെയ്യും. അന്നതിൽ കൂടുതൽ എനിക്കിങ്ങനെ വന്നു എന്നറിയുമ്പം പിന്നെ ആത്മാ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്, ടെലിവിഷൻ, അതിൻ്റെ സംഘടന എല്ലാവരും ശരണ്യക്കോ ഏത് ശരണ്യാന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അസുഖം വരുന്ന ആരും അറിയുന്നില്ല, ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു അസുഖം വന്നു. പിന്നെ എല്ലാവരും ഈ സീമ ചേച്ചിയും മറ്റേ കുറേ പേര് ആത്മയുടെ എല്ലാ മെമ്പേഴ്സും, ഗണേശേട്ടൻ അത് ഇത് ഒക്കെ വന്ന് എന്നെ കണ്ട്. അപ്പം അവരുടെ മുഖത്തുള്ള സങ്കടം കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. അപ്പൊ നമ്മളൊരു രോഗിയുടെ അടുത്ത് പോകും. പക്ഷെ ശരണ്യെ കണ്ടിട്ട് എനിക്ക് ഒരു സങ്കടം തോന്നുന്നില്ല. ശരണ്യ ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന. അപ്പോഴും ഞാൻ ചിരിക്കുമായിരുന്നു, പക്ഷെ ഇവരൊക്കെ എന്നെ നോക്കി കരയണ്. അപ്പൊ ആലോചിക്കണ്ടേ, നിങ്ങൾ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത്, കരയുന്നതെന്ന് ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കല്ലേ? അതെ, അത് ചോദിക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ കരച്ചില്. എന്ത് പോസിറ്റീവായിട്ടാണ് നോക്കിയ ശരണ്യ. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ സീമ ചേച്ചിയും ഈ ഗണേശേട്ടനും ഈ പറഞ്ഞ പോലെ ആത്മയുടെ സംഘടനയും എല്ലാരും. ഇപ്പൊ ഞാനൊരു നടി ആയതിൽ എനിക്ക് ഏറ്റവും സന്തുഷ്ടമായ ഒരു ആത്മസംതൃപ്തി തോന്നിയ നിമിഷമാണത്. എനിക്ക് ഈ അസുഖം വന്നപ്പോൾ ഇത്രയും പേര് എൻ്റെ കൂടെ നിന്നിരുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മോളൊക്കെ ശരിക്കും ആ ഒരു വിൽ പവറും ആ ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ തരുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടുക ചെയ്യുന്നത്. ശരിക്കും ഇപ്പം നമ്മുടെ ഇന്നസെന്റ് ഏട്ടന് തന്നെ എന്തോരം കോൺഫിഡൻസാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത് അല്ലേ? പിന്നെ മമതയുടെ തന്നെ പറഞ്ഞു എന്തോരം കോൺഫിഡൻ്റാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലൊരു പേടിയും വേണം. സത്യമായിട്ടും പിന്നെ അത് വേണം മോളെ. അതുണ്ടെങ്കിൽ നമുക്ക് എന്നാ വേണേലും ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാലത്തും പേടിക്കേണ്ട. ഞാൻ പറയുന്ന ഉള്ള കാര്യം ഞാൻ പറയാലോ, ദൈവത്തെ മുറുക്കെ പിടിച്ചോ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇനിയിപ്പോൾ മോള് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പം ഞാൻ പുതിയ പ്രോജക്ട്സ് ഒന്നും എടുത്തിട്ടില്ല, വിളിക്കണുണ്ട് കുറേ പേര്. പക്ഷെ എനിക്ക് ഒരു കൺഫർമേഷൻ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഓഗസ്റ്റ് 16 എൻ്റെ നെക്സ്റ്റ് സ്കാൻ. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ആയിരിക്കും. ആണെങ്കിൽ ആണെന്ന് പറയൂ. അതെ, ചേച്ചിയുടെ നാക്ക് അതെ ആണ്, പോസിറ്റീവ് ആണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രേക്ഷകർ മുഴുവൻ കേട്ടോണ്ടിരിക്കുക. അവരെല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരാ. എല്ലാരും ഒറ്റയടിക്ക് പ്രാർത്ഥിക്കും. പിന്നെ തനിക്ക് വരുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ഉറപ്പ്. ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ആനീസ് കിച്ചണിലൂടെ അപ്പൊ 2 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെയാണ്, ഈ ആനി ചേച്ചിയുടെ അടുക്കളയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പറയണു, ഞാൻ റെഡി, വിളിച്ചോളൂ. അതാണ് കണ്ടോ കൊച്ചിന്റെ കോൺഫിഡൻസ് കണ്ടില്ലേ? അതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ 2 വർഷത്തിന് ശേഷം നമ്മുടെ അടുക്കളയിൽ വരുമ്പോൾ നമ്മൾ സകല പോസിറ്റീവ് എനർജിയോടും കൂടിയാണ് കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ പോകുന്നത്. തിരിച്ച് ഭയങ്കര ബിസി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിക്കും. അപ്പൊ വിളിക്കുമ്പോഴത്തേക്ക് ചേച്ചി നോക്കട്ടെ ചേച്ചി അടുത്ത ഷെഡ്യൂളിൽ വരാൻ പറ്റുമോ എന്ന് വല്ലോ പറഞ്ഞ അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും. അത് മാത്രമേ ചെയ്യുള്ളൂ. അത് പ്രതീക്ഷിച്ചോണ്ടാണ് ഉത്തരം തരാൻ. കേട്ടല്ലോ? ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ഒരു ഫുഡ് കൊടുത്തൊരു എനർജി കുറച്ചുകൂടെ വരുത്തട്ടെ കൊച്ചു. കൊച്ചു മിണ്ടുന്നില്ലല്ലോ. കുട്ടി മിണ്ടുന്നില്ല. കുട്ടി അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കുട്ടി എന്റെ കാര്യം പറയൂ. കുട്ടി നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാം. കുട്ടി അയ്യോ ഇത് അവസാനം കൊടുത്താൽ മതിയായിരുന്നു. ഈ കുട്ടിക്ക് ഒന്ന് വിടുകയെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ്, സത്യം. ഞാനേ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്വഭാവം അങ്ങനെയാണല്ലേ? അയ്യോടി മോളെ, അതോടാ ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കും. എല്ലാരും വന്നു
അടിപൊളി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയില്ലേ അന്ന് അങ്ങനെ ഇട്ട് എന്തെങ്കിലും കൊടുക്കണ്ടല്ലോ. എന്തെങ്കിലും കിട്ടിയില്ലല്ലേ? ഇല്ല അവയെ മിണ്ടാണ്ടിരുന്ന കഴിച്ചാൽ സന്തോഷം മോളെ. ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴും തൃപ്തിയോടെ കഴിക്കുമ്പോഴും കാണാൻ നല്ല സന്തോഷം. അതാണ്. എന്നാ കണ്ടോ എന്നാ കണ്ടോളെ. സന്തോഷമുണ്ട് മോളെ, ഒരുപാട് സന്തോഷം. മോളെ ഇപ്പൊ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ആക്ട്രസോ ആക്ടറോ സിനിമയിലും? 2 സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഞാൻ അഭിനയിച്ചു, ചെറിയ വേഷമാണെങ്കിലും. ചോട്ടാ മുംബൈയില് ലാൽ സാറിന്റെ കൂടെ. ലാൽ സാറിന്റെ സിസ്റ്റർ, മൂത്ത സിസ്റ്ററായിട്ട്. പിന്നെ ബോംബെ മാർച്ച് 12 എന്ന് പറഞ്ഞിട്ട് ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്കാടെ. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് എനിക്ക് മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ സീനുണ്ടോ, ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഒരു സീനായാലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് അതൊരു കോമ്പിനേഷൻ സീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷായി. വന്നപ്പോ ശരണ്യ എന്നോട് പറഞ്ഞു, എനിക്ക് ചേച്ചി ഇവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു, പേടിയാവുന്നു, കൈയൊക്കെ തണുക്കുന്നു, പാൽപ്പറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രേക്ഷകരും എന്റെ അടുക്കളയിലും ഇരിക്കുമ്പോ പിന്നെ അതിനകത്ത് ഒന്നും പേടിക്കാനുള്ളൂ. നമ്മുടെ വീട് അത്ര തന്നെ. അതുകൊണ്ട് ഇപ്പൊ ധൈര്യവും വന്നു, പേടിയൊക്കെ മാറി. ഇതേപോലെയാണ്. ഇതൊരു കവിത ചൊല്ലിപ്പിക്കരുത് കേട്ടോ. ഇനി എഴുതണേ, കവിത എഴുതണം. പിന്നെ ഈ കവിത എഴുതുമ്പോ നമുക്ക് എന്തെങ്കിലും കവിത എഴുതാൻ സമയമില്ലേ ചേച്ചി? ഞാൻ ഫുൾ ടൈം സിനിമക്കകത്ത് ഇരിക്കുവാ. സിനിമയെ പറ്റിയ ഒരു കവിത എഴുതും. പിന്നെ മക്കളെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന എന്തെങ്കിലും ഒരു ഹ്യൂമർ സീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അമ്പിളിച്ചേട്ടനെ അത് ആർക്കായാലും മറക്കാൻ പറ്റില്ല. അമ്പിളിച്ചേട്ടൻ ഏത് ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. അത് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞാൽ പോലും ശരിക്കും ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആട്ടോ അമ്പിളിച്ചേട്ടൻ. പറയാതെ ഉറക്കത്തിൽ പോലും കേട്ട് കഴിഞ്ഞാലേ നമ്മളങ്ങ്. അമ്പിളിച്ചേട്ടനോട് അഭിനയിച്ചിട്ടുണ്ടോ? എന്താ തലപ്പാവ് സിനിമയിൽ ഉണ്ടായിരുന്നു, പക്ഷെ കോമ്പിനേഷൻ ഒന്നും തമ്മിൽ കണ്ടായിരുന്നു. പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. പിന്നെ മുംബൈയിലില്ലേ, ചോട്ടാ മുംബൈയിലും ഉണ്ട്, കോമ്പിനേഷൻ സീൻ ഇല്ലായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. പറഞ്ഞോ? ഇല്ല. ഈ ചോട്ടാ മുംബൈയിലെ ഒരു ഇതേപോലെ ഫുഡ് കഴിക്കുന്ന ഒരു സീൻ ഉണ്ട് അതിനകത്ത് അല്ലേ, ലാൽ സാറിന്റെ ആ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തൊക്കെ ഒന്ന് പറഞ്ഞേ. അതെ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്താ പറയണ്ടേന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം. പക്ഷെ അത് നല്ല രസമായിരുന്നു. കാരണം സെറ്റിൽ എല്ലാവരും, സിദ്ദിഖ പിന്നെ അതിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ അതായിരുന്നു. പിന്നെ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് ലാലേട്ടൻ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങള് ഉള്ളില് ഫുഡ് മീനില്ലാതെ എൻ്റെ അപ്പന് ഒരു വറ്റിറങ്ങില്ല എന്ന് പറയുമ്പോ അപ്പുറത്ത് മോളെ ഇച്ചിരി മീൻകറിയും കഴിച്ച്. എങ്ങനെയുണ്ടായിരുന്നു? സംസാരിച്ചോ? സംസാരിച്ചു. കാരണം എനിക്ക് ആദ്യം കോമ്പിനേഷൻ സീൻ ഞാനിങ്ങനെ വരച്ച് ഞാനും എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന ഒരു കൊച്ചുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കണ്ണൂരുകാരാ. അപ്പൊ കണ്ണൂരുകാർക്ക് പൊതുവേ വിറയലുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് കുറച്ചുകൂടെ കുറവായിരുന്നു. പക്ഷെ ഒരു മിനിറ്റ് കണ്ണൂരുകാർക്ക് വിറയലുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വിശ്വസിക്കാൻ പാടാ. കണ്ണൂരാണ് ഏറ്റവും ഭയങ്കര സ്ട്രോങ് എന്നാ കേട്ടിരിക്കുന്നത്, ഭയങ്കര ചങ്കുറപ്പുള്ള അതൊക്കെ ശരിയാ. പിന്നെ ഒരു വിറയല് കണ്ണൂരുകാർക്ക് വിറയലുണ്ടെന്ന്. അതെ. എന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ പോയി ഒരു തട്ടുകട സീനായിരുന്നു എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ പോയി. അപ്പം ദൂരെ നിന്ന് എനിക്ക് ലാൽ സാറിനെ ഞങ്ങൾക്ക് കാണാം, എനിക്കും ആ കൊച്ചിനും കാണാം. അപ്പം ഞാൻ രാജുചേട്ടൻ പറഞ്ഞു പരിചയപ്പെടണ്ടേ നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയല്ല എന്താ പേര് എന്ന് ചോദിച്ചു. അങ്ങനെ ആ പേരെന്താന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു അത്രയും ഡൗൺ ടു എർത്ത് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചപ്പോൾ മമ്മൂക്ക എന്നോട് ആദ്യം വന്നു, ഞാൻ സീനിൽ നിന്നു, ആദ്യം വന്ന് എന്നെ ഡയലോഗ് ബൈഹാർട്ട് പഠിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചു വിറച്ചു. എനിക്ക് അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ഐസായി പോയി. അത് കഴിഞ്ഞ് ഞാൻ അതെ പോയി പിന്നെ അത് ബൈഹാർട്ട് ചെയ്തു പഠിച്ചു, പറഞ്ഞു. എന്നിട്ട് ഗുഡ് മലയാളിയല്ലേ എന്നോട് വന്നിട്ട്. അതൊരു മുസ്ലിം ക്യാരക്ടറായിരുന്നു. അപ്പൊ തട്ടൊക്കെ ഇട്ടിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം ഒരു എന്റെ കളറും കുറച്ചു. ലൈക്ക്
ഞാനുള്ള കളറിനേക്കാളും ഡള്ളായിട്ട് മേക്കപ്പ് ചെയ്തു. പിന്നെ ഒരു ജയിൽ സീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റോമയും കൂടി പിന്നെ ചേട്ടൻ ഇക്കാനെ കാണാൻ പോണ ഒരു സീൻ. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു റെസി എവിടെ അദ്ദേഹം പറഞ്ഞു ക്യാരക്ടറിന്റെ പേരാണ് റസിയ അല്ലേ? അതെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ സന്തോഷം തോന്നിയല്ലേ? കേട്ടപ്പോ എനിക്ക് ശ്വാസം വീണു. മോളെ ഈ ഒരുപാട് വില്ലൻ ക്യാരക്ടേഴ്സും വില്ലത്തി ക്യാരക്ടേഴ്സും ഒക്കെയാണ് മോള് ചെയ്തത്. പക്ഷെ കുഞ്ഞിലേക്ക് ഇത്രയും ചട്ടമ്പിയായിരുന്നു. ഭയങ്കര ചട്ടമ്പിയായിരുന്നു. ചുമ്മല്ല പോരട്ടെ. സ്കൂളിൽ എന്തൊക്കെ ചട്ടമ്പിത്തരം കാണിച്ചിട്ടുണ്ട്? സ്കൂളിലൊക്കെ ഞാൻ പാവം വെച്ചായിരുന്നു. എന്നെ ഭയങ്കര ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ വീട്ടിൽ ഭയങ്കര ചട്ടമ്പിയാ. അതെ, മരം കയറും, മതിൽ ചാടും, അത് ഈ മാമ്പഴം ഉണ്ടാവുന്ന കാലത്ത് ഉണ്ണിമാങ്ങ പറിക്കാൻ പോവും, അപ്പുറത്തെ വീട്ടിൽ ചാടി കയറും, അങ്ങനെയൊക്കെ കുറെ. മാവില് കേറുമ്പോഴേ ഇയാളും മാങ്ങ എല്ലാം കൊണ്ട് ഇത് കണ്ട ഒരു നെറ്റിയിലൊരു വെട്ട്, ഇവിടെ ഒരു വെട്ട്, കുറെ ഉണ്ട്, വെട്ടുകൾ കുറെ ഉണ്ട്. മേക്കപ്പ് ഇട്ടതാ. ഇത് എന്താ പറയാ, കിരികാടൻ അച്ചു എന്താ പറയാ, ഒരു വില്ലനൊക്കെ അത് കണ്ട വെട്ട് കണ്ട എന്നൊക്കെ പറയുന്ന കൂട്ടാ എന്നെ കൊണ്ട് കാണിക്കുന്ന വെട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കോളേജിലൊക്കെ ഞാൻ പാവമായിരുന്നു, ആക്റ്റീവായിട്ട്. അതെ അതെ. ഡാൻസ് പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ പോയ വീട്ടില് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടില് ചേട്ടൻ കൊറിയോഗ്രാഫറാണ്, അമ്മ ഡാൻസ് ടീച്ചറാണ്. പിന്നെ കുട്ടികള് വരുന്നുണ്ട് ഡാൻസ് പഠിക്കാൻ, പീക്കിരി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പഠിക്കുന്നത്. അതും ഒരു ഭാഗ്യല്ലേ? ഇപ്പൊ ഡാൻസ് പഠിക്കാതിരുന്ന ഒരു കുട്ടിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യല്ലേ ശരിക്കും. ഇതൊക്കെ വെച്ച് മോളെ ഒറ്റ കാര്യം മാത്രം മോൾ ആലോചിച്ച് നോക്കൂ. മോള് വിചാരിക്കുന്ന കാര്യം മോൾ അറിയാതെ തന്നെ ദൈവം കൊണ്ട് കൈ തരുന്നില്ലേ? അതെ. പിന്നെ എൻ്റെ ഡോക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ദൈവം എന്ന് പറയണത്, ഇപ്പം എൻ്റെ ഭർത്താവായിട്ട് വന്നു, സീമ ചേച്ചിയായിട്ട് വന്നു. പക്ഷെ എൻ്റെ ഡോക്ടേഴ്സിന് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാരണം അന്ന് എന്നോട് ഗണേശേട്ടൻ പറഞ്ഞു, നീ ആരില്ലെങ്കിലും ഒരാളിൽ വിശ്വസിക്കും. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, ആരെങ്കിലും ഒരാളിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ പറയുന്ന കാര്യം വിശ്വസിച്ചു. അതായത് ചേട്ടൻ പറഞ്ഞു, ശ്രീചിത്രയിൽ പോ, അല്ലെങ്കിൽ പ്രൈവറ്റ് പോവരുത്, ശ്രീചിത്രയിൽ പോവും, അവിടെയാണ് ഏഷ്യയിലെ നമ്പർ 1 ഡോക്ടേഴ്സ് ഉള്ളത്, ഈ നേഴ്സ് ന്യൂറോളജികളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോയി എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ഞാൻ അവിടെ പോയി. എനിക്ക് എന്താ പറയുക, അത്രയും ഭയങ്കര എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. കാരണം ഞാൻ ദൈവത്തിനെ കാണുന്നത് അവരിലൂടെയാണ്. ഓരോ ഡോക്ടേഴ്സും എന്നെ വന്ന് ചെക്ക് ചെയ്യുന്നത്, ഇപ്പം ജോർജ് വില്യംസ് ഉണ്ട്, പിന്നെ എന്താ പറയുക മാത്യു അബ്രഹാം, അവിടുത്തെ HOD സുരേഷ് നായർ, എല്ലാവരും അവരാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ദൈവം അവരാണ് ശരിക്കും. സിൻസിയറായിട്ട് ചെയ്തില്ലെങ്കിൽ, പക്ഷെ ഒരു ചെറിയ ഇത് മതി. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടോ തട്ടിയാൽ ആ കത്രിക അല്ല അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ മതി, നമ്മൾ ഇങ്ങ് കിടന്നു പോവും. അപ്പോൾ അത് വരെ അവർ, അതായത് ഈ പാട്ടിലാണ്. അപ്പം എന്താ പറയുക, ഈ നേഴ്സിൽ 2 നേഴ്സിൻ്റെ ഇടയിലാണ് ഈ ഗ്രോത്ത് വന്നേക്കണേ. അപ്പം അതൊക്കെ എടുത്ത് കളയാനുള്ള ഒരു എന്താ പറയുക, അത് അവർക്ക് ദൈവം കൊടുക്കുന്നത്, അവരിലൂടെയാണ് ദൈവം നമ്മളെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിർത്തിയത്.